ഇന്ന് ഈ ഞായറാഴ്ച ഈ ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് 1-ാം തീയതി തന്നെ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായതിൻ്റെ കാരണം നമ്മുടെ കമ്മീഷൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കഴിഞ്ഞ 28-ാം തീയതി കൊടുത്തു. ഇനിയും നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. 232 ദിവസമായി. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഗവൺമെന്റ് തീർക്കണം. 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ വിഷയം തീർത്തു തന്നെ. പ്രിയമുള്ളവരെ, 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെർഫെക്റ്റ് ഡോക്യുമെന്റിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമി വാങ്ങിയത്. അതിനുശേഷം 35 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ അവകാശി വരികയും നമ്മളറിയാതെ 2019 മെയ് മാസം 20-ാം തീയതി ഈ ഭൂമി വഖഫിന്റെ ആസ്തി രജിസ്റ്ററിലേക്ക് അവർ എഴുതിയെടുത്തു. നമ്മൾ അറിഞ്ഞില്ല. 3 വർഷം കഴിഞ്ഞതിന് ശേഷം 2022-ലാണ് നമ്മൾ റവന്യൂ അവകാശം നഷ്ടപ്പെട്ട വിവരം നമ്മൾ അറിയുന്നത്. അന്ന് തുടങ്ങി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ നടന്നിരിക്കുന്ന ഒരു വലിയൊരു അഴിമതിയാണ്. ഇത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ നടത്തിയ ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഇന്ന് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് കേരള സമൂഹം, പാർലമെന്റ്, മറ്റ് ബുദ്ധിജീവികൾ അങ്ങനെ ഇന്ന് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ നമ്മൾ കൊണ്ടുവന്നെത്തിച്ചു. 2022 ഈ വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ട് ഞങ്ങൾ മന്ത്രിമന്ദിരങ്ങളിലും MLA-മാരുടെ ഓഫീസുകളിലും ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിലും ചവിട്ടാൻ സമ്മതിക്കില്ലായിരുന്നവർ. ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സമയങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ് തപ്പിയെടുത്ത് ഇതെല്ലാം കോടതിയിലെല്ലാം ഞങ്ങൾ എത്തിക്കുകയും അവിടെ നിന്ന് നീതി കിട്ടാണ്ടായപ്പോഴാണ് ഈ കടലിൻ്റെ മക്കൾ 2024 ഒക്ടോബർ 13-ാം തീയതി ഈ മാതാവിൻ്റെ മുറ്റത്തൊന്ന് ഞങ്ങൾ നീർന്നു നിന്നു, ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയിട്ട്. അത് കേരളക്കര ഏറ്റെടുത്തു. നാനാജാതികളും നല്ല മനുഷ്യരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുകയും ആ സമരത്തിൻ്റെ ലെവല് അങ്ങ് അറ്റം ഹൈ റേഞ്ച് ആകുകയും ഇതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കിയുകൊണ്ടാണ് ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് തരികയും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം, അതിനൊരു കമ്മീഷൻ വരും. ആ കമ്മീഷൻ വന്നിട്ട് ആ കമ്മീഷനെ കള്ളക്കേസിൽ കുടുക്കി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി. സിംഗിൾ ഡിവിഷൻ ബെഞ്ചിൽ ജോർജ് പൂന്തോട്ടം ആ മണിച്ചിത്രത്താഴ് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കമ്മീഷന് വേണ്ട അധികാരം കൊടുക്കാനായിട്ടുള്ള പവർ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഭംഗിയായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കാര്യം പരിഹരിക്കണം, എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയാമെന്നുള്ളത്. പ്രസംഗ കലയിലെ രാജശില്പികളെല്ലാമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ യുദ്ധം നടത്തുന്നത് അംബ്രോസ് പിതാവിൻ്റെ ആവനാഴിയിൽ നിന്നാണ് ആയുധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനണി അച്ഛൻ മുമ്പിലും SNDP സൈഡിലും ശ്യാംകുമാറും ഇവരെല്ലാം കൂടി ഒരു യുദ്ധമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അന്ന് 2022 ഇവിടെ കൂടുമ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങൾ കയറ്റിയില്ല. ആ നിമിഷം വരെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുണ്ടായി, ഇങ്ങോട്ട് ഞങ്ങൾ കയറ്റിയില്ല. കാരണം ഇവർ കടന്നു വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് അവർക്കൊന്നും ഈ പാവപ്പെട്ടവന്റെ 4 സെന്റിന്റെയും 5 സെന്റിന്റെയും പ്രശ്നങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് രാഷ്ട്രീയം കളിച്ചാൽ മതി. ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ഞങ്ങളോട് കയറ്റിയില്ല. കാരണം ഞങ്ങൾക്കറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. വിഴിഞ്ഞത്ത് നടന്ന് ഞങ്ങൾ കണ്ടതാണ്.
അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഞങ്ങൾ കയറ്റാണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഈ ഭൂസമര സമിതി കൊണ്ടുപോകുന്നത്. അന്നും ഉണ്ടായിരുന്നു SNDPയും കുടുംബി സമുദായവും വേട്ടൂർ സമുദായവും ധീവര സമുദായവും അങ്ങനെ എല്ലാം കൂടി കൂടിയ 7-8 ചരടുകൾ ഈ കോർത്തതായിരുന്നു ഈ ഭൂസമര സമിതി. ഒരൊറ്റ ചരടാണെങ്കിൽ പൊട്ടിച്ചു കളയാൻ പറ്റും, ഇത് പൊട്ടിക്കാൻ പറ്റില്ല, ഒരാൾക്കും പൊട്ടിക്കാൻ പറ്റില്ല. നമ്മുടെ അവകാശം നമുക്ക് കൃത്യമായി നേടും, ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തും, എത്രയും പെട്ടെന്ന് എത്തണം, അധികം ദിവസം മുമ്പോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ആനയച്ചനെ കുറിച്ച് ഞാൻ എപ്പോഴും ഒന്നും സംസാരിക്കാറില്ല. അച്ഛൻ വളരെ ഗൗരവമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വന്നാലും അച്ഛൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ പോലും മാറാണ്ട് അച്ഛന് എല്ലാവിധ പവറും കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കണം.